ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിന് പുറത്തു നിന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് തന്നെ നടക്കുന്നത്. 2024 പാരീസിൽ വെച്ചാണ്. മാണ്ടോസ് ചുഴലിക്കാറ്റ് UAE ആണ് പേര് നൽകിയത്. ബംഗാൾ ഉൾക്കടലിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇവിടെ നോക്കി. അടുത്തതായിട്ട് അസാനി ചുഴലിക്കാറ്റ്. അഗ്നി 5 അറിയപ്പെടുന്ന ആ ഒരു മിഷന്റെ ദൗത്യത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. ഒന്ന് നോട്ട് ചെയ്യാം. ബാഡ്മിന്റൺ, പാരാ ബാഡ്മിന്റൺ നിതേഷ് കുമാർ. കൂടാതെ ആവണി ലേക്ര, റൈഫിൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറയാം. റൈഫിൾ അല്ലെങ്കിൽ എയർ റൈഫിൾ, സ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറയാം. ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു യൂട്യൂബ് സെഷനിലോട് സ്വാഗതം. ഞാൻ ജേഷൻ നാവായിക്കണം. ഇന്ന് LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് 10 പ്രതീക്ഷിത ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. സോ എല്ലാ കൂട്ടുകാരും ആദ്യം മുതൽ അവസാനം വരെ ക്ലാസ്സുകൾ കണ്ടു തീർക്കാൻ ശ്രമിക്കുക. ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുന്നേ തന്നെ ഒരു OMR ഷീറ്റോ അല്ലെങ്കിൽ ഒരു പേപ്പറും പേനയോ കരുതി വെക്കുക. ഞാൻ ഓരോ ചോദ്യങ്ങൾ പറയുന്ന സമയത്തും അതിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. സെൽഫായിട്ട് തന്നെ ഒന്ന് അനാലിസിസ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് എന്ന്. സോ മാക്സിമം എല്ലാ ആൾക്കാരും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാര്? ഒളിമ്പിക്സിൽ വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് മെഡൽ നേടിത്തന്ന താരം. ഈ ഒരു ചോദ്യം കഴിഞ്ഞ LDC എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: കർണം മല്ലേശ്വരി, മേരി കോം, സൈന നെഹ്വാൾ, മനു ഭാക്കർ. എങ്കിൽ ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് മെഡൽ നേടിത്തന്ന താരമാണെങ്കിൽ മനു ഭാക്കർ ആണ്. 2024 ഈ ഒരു സമ്മർ ഒളിമ്പിക്സിലാണ് വെങ്കല മെഡൽ കരസ്ഥമാക്കിയത്. ഇവിടെ സമ്മർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പഠിക്കാം. ആകെ മൊത്തം എത്ര ഇന്ത്യൻ താരങ്ങളാണ് സമ്മർ ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? 117 താരങ്ങളാണ് സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്തത്. അതിൽ 70 പേർ പുരുഷന്മാരും 47 പേർ സ്ത്രീകളുമാണ്. ആകെ മൊത്തം 117 കായിക താരങ്ങൾ പങ്കെടുത്തു. അതിൽ 70 പേർ പുരുഷന്മാരും കൂടാതെ 47 പേർ സ്ത്രീകളുമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റേഡിയത്തിന് പുറത്തു നിന്ന് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് തന്നെ നടക്കുന്നത്. 2024 പാരീസിൽ വെച്ചാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്റ്റേഡിയത്തിന് പുറത്തു നിന്ന് ഒളിമ്പിക്സ് ചടങ്ങ്, ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത്. എങ്കിൽ ഈ ഒരു പാരീസ് ഒളിമ്പിക്സിലെ ഈ ഒരു മാർച്ച് പാസ്റ്റ് നടന്ന നദിയാണെങ്കിൽ സെൻ നദിയിലാണ്. സെൻ നദിയിലൂടെയാണ് 2024 ഈ ഒരു സമ്മർ ഒളിമ്പിക്സിന്റെ മാർച്ച് പാസ്റ്റ് നടന്നിരിക്കുന്നത്. സെൻ നദിയിലൂടെയാണ്. സെൻ നദി. ഇന്ത്യ ഈ ഒരു മാർച്ച് പാസ്റ്റിൽ എത്രാം സ്ഥാനത്താണ്, എത്രാമത്തെ പൊസിഷനിലാണ് നിന്നിരുന്നത്? 84ാമത്തെ പൊസിഷൻ. മാർച്ച് പാസ്റ്റിൽ ആദ്യം നിൽക്കുന്നത് ഗ്രീസും. ഇന്ത്യയുടെ സ്ഥാനം 84ഉമായിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം 84ഉമായിരുന്നു. ഈ ഒരു ഓപ്പൺ സെറിമണിയിൽ, സമ്മർ ഒളിമ്പിക്സിന്റെ ഓപ്പൺ സെറിമണിയിൽ ഇന്ത്യയുടെ പതാക ഏന്തിയിരിക്കുന്നത് PV സിന്ധുവും അജന്ത ശരത് കമലും. PV സിന്ധുവും കൂടാതെ തന്നെ അജന്ത ശരത് കമലും. PV സിന്ധുവിന്റെ കായിക ഇനം നമുക്കറിയാം ബാഡ്മിന്റനും. അജന്ത ശരത് കമലാവുമ്പോൾ ടേബിൾ ടെന്നീസുമാണ്. നിങ്ങൾ അജന്ത ശരത് കമലിന്റെ കായിക ഇനം ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് ആണ്. എങ്കിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച വ്യക്തിയാണെങ്കിൽ ഇന്ത്യയുടെ മുൻ ഷൂട്ടിംഗ് താരമായ ഗഗൻ നരംഗ് ആയിരുന്നു. ഷഫ്ഡി മിഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച വ്യക്തിയാണെങ്കിൽ ഗഗൻ നരംഗ് ആണ്. ഇവിടെ 2024 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ഇന്ത്യ ആകെ 6 മെഡലുകളാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ആകെ മൊത്തം 6 മെഡൽ. 1 വെള്ളിയും 5 വെങ്കലവും ഉൾപ്പെടെ 6 മെഡലാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇന്ത്യയുടെ റാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ 71ാമത്തെ റാങ്കാണ് കരസ്ഥമാക്കിയത്. 71ാമത്തെ റാങ്കാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. ആകെ മൊത്തം 6 മെഡലുകൾ. അതിലൊന്ന് വെള്ളിയും കൂടാതെ 5 ബ്രോൺസുമാണ് അല്ലെങ്കിൽ വെങ്കലവുമാണ് കരസ്ഥമാക്കിയത്. സോ ഇവിടെ മെഡൽ നേടിയിരിക്കുന്ന വ്യക്തികളുടെ പേരും അവരുടെ ഇവന്റുകളും അവർക്ക് കിട്ടിയിരിക്കുന്ന മെഡൽ കൂടി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് മനു ഭാക്കർ ഷൂട്ടിങ്ങിലാണ്. ഷൂട്ടിങ്ങിൽ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് ബ്രോൺസ് നേടിയത്. ഇനി ഒരു മിക്സഡ് ഇവന്റ് ആണ്. മനു ഭാക്കറും സരബ് ജ്യോതി സിംഗും ഷൂട്ടിങ്ങിൽ മിക്സഡ് ടീം 10 മീറ്റർ എയർ പിസ്റ്റലിൽ വീണ്ടും ബ്രോൺസ് നേടി. ഇനി അടുത്തതായി ഷൂട്ടിങ്ങിൽ തന്നെ മെൻസിന്റെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ സ്വപ്നിൽ കുഷാലെ ബ്രോൺസ് നേടി. ഇവന്റ് ഏതെന്ന് ചോദിച്ചാൽ ഷൂട്ടിംഗ് ആണ്. ഇനി
ഹോക്കി ടീം, ഇന്ത്യൻ ഹോക്കി ടീം ഇവന്റിൽ ബ്രോൺസ് നേടി. നമുക്കറിയാം 2021 ടോക്കിയോ ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീം ബ്രോൺസ് ആണ് നേടിയത്, അല്ലെങ്കിൽ വെങ്കലമാണ് നേടിയത്. 2024 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലും ഇന്ത്യൻ ഹോക്കി ടീം ബ്രോൺസ് നേടിയിട്ടുണ്ട്. ഇനി നേരെ നീരജ് ചോപ്ര 2024 സമ്മർ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സിൽവർ മെഡലാണ് കരസ്ഥമാക്കിയിരിക്കുന്നത്. എങ്കിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് പാകിസ്ഥാന്റെ താരമായ അർഷാദ് നദീമാണ്. 92.97 മീറ്റർ 92.97 മീറ്റർ ത്രോ ചെയ്തുകൊണ്ടായിരുന്നു റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ജാവലിൻ ത്രോയിൽ. അർഷാദ് നദീമാണ് 2024 സമ്മർ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത്. നീരജ് ചോപ്ര 89.45 മീറ്ററാണ് 89.45 മീറ്റർ ത്രോ ചെയ്തുകൊണ്ടാണ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയത്. എങ്കിൽ നമുക്കറിയാം ടോക്കിയോയിൽ നടന്ന ആ ഒരു ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് നീരജ് ചോപ്രയായിരുന്നു. അദ്ദേഹം നമുക്കറിയാം 87.58 മീറ്ററാണ് ടോക്കിയോയിൽ നടന്ന ആ ഒരു ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ നീരജ് ചോപ്രയുടെ ആ ഒരു ത്രോ ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്. ഒന്നും കൂടെ പറയാം, 2024 സമ്മർ ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയിരിക്കുന്നത് അർഷാദ് നദീം, പാകിസ്ഥാന്റെ പ്ലെയറാണ്. അദ്ദേഹം 92.97 മീറ്ററാണ് ത്രോ ചെയ്തത്. വെള്ളി മെഡൽ കരസ്ഥമാക്കിയത് നീരജ് ചോപ്രയാണ്. അദ്ദേഹം 89.45 മീറ്ററാണ് ത്രോ ചെയ്തത്. എങ്കിൽ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ നേടിയ നീരജ് ചോപ്രയും അന്ന് അദ്ദേഹം ജാവലിൻ ത്രോ ചെയ്തതാണെങ്കിൽ 87.58 മീറ്റർ ആയിരുന്നു. ക്ലിയർ ആണല്ലോ. ഇനി സമ്മർ ഒളിമ്പിക്സിൽ റെസ്ലിംഗിൽ ബ്രോൺസ് നേടിയ താരമാണ് അമാൻ ഷെറാവത്ത്. ബ്രോൺസ് ആണ് റെസ്ലിംഗിൽ നേടിയിരിക്കുന്നത്. മെൻസിന്റെ ഫ്രീ സ്റ്റൈൽ 57 kg കാറ്റഗറിയിലാണ് അദ്ദേഹം ബ്രോൺസ് നേടിയത്. സോ ഇവിടെ ആകെ മൊത്തം ഇന്ത്യ 6 മെഡലുകൾ കരസ്ഥമാക്കി. അതിലൊന്ന് വെള്ളിയും 5 വെങ്കലവുമാണ്. ഇന്ത്യയുടെ റാങ്കിംഗ് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ 71 റാങ്കിങ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നേരെ ഈ ഒരു സമ്മർ ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിരിക്കുന്ന രാജ്യമാണെങ്കിൽ അമേരിക്കയാണ്. ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിരിക്കുന്ന അമേരിക്ക. ആകെ മൊത്തം 126 മെഡലുകളാണ് അമേരിക്ക സ്വന്തമാക്കിയത്. അതിൽ 40 ഗോൾഡും 44 സിൽവറും 42 ബ്രോൺസുമാണ് അമേരിക്ക കരസ്ഥമാക്കിയത്. 2ാം സ്ഥാനത്ത് ചൈനയും 3ാം സ്ഥാനത്ത് ജപ്പാനും. 71ാമത്തെ റാങ്കിലാണ് ഇന്ത്യ. ആകെ മൊത്തം 6 മെഡലുകൾ കരസ്ഥമാക്കി. ക്ലിയർ ആണല്ലോ. ഇനി നടക്കാൻ പോകുന്ന 2028 ഒളിമ്പിക്സിന് വേദിയാകുന്ന ലോസ് ഏഞ്ചൽസ് അമേരിക്കയിലാണ്. 2028 ഒളിമ്പിക്സിന് വേദിയാകുന്നത്. ക്ലിയർ ആണല്ലോ. എന്നാൽ സമ്മർ ഒളിമ്പിക്സിൽ ചരിത്രത്തിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മികച്ച പ്രകടനം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയതാണെങ്കിൽ 2020 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു. അന്ന് ആകെ മൊത്തം ഇന്ത്യ 7 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. അതിലൊന്ന് സ്വർണമായിരുന്നു. സോ ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ 2024 പാരീസിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയത്. ശരിയോ തെറ്റോ? അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ടോക്കിയോ ഒളിമ്പിക്സിലാണ് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ കരസ്ഥമാക്കിയത്. 7 മെഡലുകൾ കരസ്ഥമാക്കി. അതിലൊന്ന് സ്വർണവും കൂടാതെ 6 ബാക്കി മറ്റു മെഡലുകളുമാണ് ഇന്ത്യ അന്ന് കരസ്ഥമാക്കിയത്. ക്ലിയർ ആണല്ലോ. ഇനി നേരെ നമ്മൾ 2ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. അടുത്തിടെ പുറത്തിറങ്ങിയ വിറ്റ്നസ് എന്ന ആത്മകഥ ആരുടേതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, മേരി കോം, പ്രിയങ്ക ഗാന്ധി. എങ്കിൽ ഇതിലെ റൈറ്റ് ആൻസർ വിറ്റ്നസ് അതായത് നമ്മുടെ സാക്ഷി മാലിക്കിന്റെ ഒരു ആത്മകഥയാണ് വിറ്റ്നസ് എന്ന് പറയുന്നത്. സാക്ഷി എന്ന് പറഞ്ഞാൽ അതിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എങ്ങനെയാണ്? വിറ്റ്നസ് എന്നാണല്ലേ. സോ അറിഞ്ഞിരിക്കുക, അടുത്തിടെ പുറത്തിറങ്ങിയ വിറ്റ്നസ് എന്ന ആത്മകഥ ആരുടേതെന്ന് ചോദിച്ചാൽ സാക്ഷി മാലിക്കിൻ്റെയാണ്. ഇനി നേരെ 3ാമത്തെ ചോദ്യമാണ്. റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേത്? ചുഴലിക്കാറ്റുകൾ പലപ്പോഴും നമ്മുടെ എക്സാമുകളിൽ വരാറുണ്ട്. ഇവിടെ നോക്കിയാൽ 2024 ഈ ഒരു ആദ്യത്തെ ചുഴലിക്കാറ്റ് കൂടിയായിരുന്നു റിമാൽ ചുഴലിക്കാറ്റ്. റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം 4 ഓപ്ഷൻസ് ഉണ്ട്. ഇറാൻ, ഒമാൻ, ഇന്ത്യ, ബംഗ്ലാദേശ്.
ഇതിൽ റൈറ്റ് ആൻസർ കൂട്ടുകാരെ ഇതാ ഇവിടെ നോക്കിക്കേ, ഒമാനാണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. റിമാൽ ചുഴലിക്കാറ്റിന് പേര് നൽകിയിരിക്കുന്ന രാജ്യം ഒമാനാണ്. എങ്കിൽ കുറച്ച് ചുഴലിക്കാറ്റുകൾ നമ്മുടെ എക്സാം വ്യൂവർ പോയിന്റിൽ വരാൻ സാധ്യതയുള്ള ചില ചുഴലിക്കാറ്റുകൾ കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റിമാൽ ചുഴലിക്കാറ്റ് 2024 ബംഗാൾ ഉൾക്കടലിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പേര് നൽകിയിരിക്കുന്ന രാജ്യം ഒമാനും. ആ ഒരു റിമാൽ എന്ന ആ ഒരു ഒമാൻ വേർഡിനർത്ഥം മണൽ എന്നാണ് കേട്ടോ, മണൽ. റിമാൽ, ഒമാൻ, മണൽ എന്നാണ് അതിന്റെ മീനിങ്. ഹമൂൺ ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലാണ് ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉടലെടുത്തിരിക്കുന്നത്. ഹമൂൺ എന്ന പേര് നൽകിയിരിക്കുന്ന രാജ്യം ഇറാനാണ്. ഹമൂൺ എന്ന പേര് നൽകിയിരിക്കുന്ന രാജ്യം ഇറാനാണ്. ഫോം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉടലെടുത്തിരിക്കുന്നത് ബംഗാൾ ഉൾക്കടലിൽ 2023 ഒക്ടോബറിലാണ്. ഇനി നേരെ തേജ് ചുഴലിക്കാറ്റ്. ഇന്ത്യ പേര് നൽകിയ ഒരു ചുഴലിക്കാറ്റ് കൂടിയാണ് തേജ് ചുഴലിക്കാറ്റ്. 2023 ഒക്ടോബറിലാണ്. അറേബ്യൻ സീലാണ് അല്ലെങ്കിൽ അറബിക്കടലാണ് തേജ് ചുഴലിക്കാറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. തേജ് ചുഴലിക്കാറ്റ് 2023 ഒക്ടോബറിൽ അറേബ്യൻ കടലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പേര് നൽകിയിരിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഈ 3 ചുഴലിക്കാറ്റുകൾ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. റിമാൽ ചുഴലിക്കാറ്റ് ബംഗാൾ ഉൾക്കടൽ, ഒമാനാണ് പേര് നൽകിയത്. അർത്ഥമാണെങ്കിൽ അതിൻ്റെ മീനിങ് ആണെങ്കിൽ മണൽ എന്നാണ്. ഹമൂൺ ചുഴലിക്കാറ്റ് 2023 ബംഗാൾ ഉൾക്കടലിൽ പേര് നൽകിയ രാജ്യം ഇറാനാണ്. തേജ് ചുഴലിക്കാറ്റ് 2023 അറേബ്യൻ സീലാണ്. പേര് നൽകിയ രാജ്യം ഇന്ത്യയാണ്. ഇനി നേരെ ബിബാർ ജോയിലോട്ട് കിടക്കാം. ബിബാർ ജോയി 2023 ജൂണിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അറേബ്യൻ സീലിലാണ് ഉടലെടുത്തിരിക്കുന്നത്. ബിബാർ ജോയി അറേബ്യൻ സീലാണ്. പേര് നൽകിയിരിക്കുന്ന രാജ്യം ബംഗ്ലാദേശാണ്. എങ്കിൽ അടുത്തതായിട്ട് സിത്രാങ് ചുഴലിക്കാറ്റ് 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ പേര് നൽകിയിരിക്കുന്ന രാജ്യം തായ്ലാൻഡ് ആണ്. തായ്ലാൻഡ്. സിത്രാങ് ചുഴലിക്കാറ്റ് 2022 ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ പേര് നൽകിയിരിക്കുന്ന രാജ്യം തായ്ലൻഡ് ആണ്. ഇനി മാണ്ടോസ് ചുഴലിക്കാറ്റ് 2022 ഡിസംബറിലാണ് ബംഗാൾ ഉൾക്കടലാണ് ഫോം ചെയ്തിരിക്കുന്നത്. പേര് നൽകിയിരിക്കുന്ന രാജ്യം UAE ആണ്. മാണ്ടോസിന് പേര് നൽകിയിരിക്കുന്നത് UAE ആണ്. ഒന്നും കൂടെ പറയാം, ബിബാർ ജോയി ബംഗ്ലാദേശാണ് പേര് നൽകിയിരിക്കുന്നത്. അറേബ്യൻ സീലാണ് ഫോം ചെയ്തത്. സിത്രാങ് ചുഴലിക്കാറ്റ് പേര് നൽകിയത് തായ്ലൻഡ് ആണ്. ബംഗാൾ ഉൾക്കടലിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. മാണ്ടോസ് ചുഴലിക്കാറ്റ് UAE ആണ് പേര് നൽകിയത്. ബംഗാൾ ഉൾക്കടലിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതാ ഇവിടെ നോക്കി. അടുത്തതായിട്ട് അസാനി ചുഴലിക്കാറ്റ്. അസാനി ചുഴലിക്കാറ്റ് 2022 ബംഗാൾ ഉൾക്കടലിൽ പേര് നൽകിയിരിക്കുന്ന രാജ്യമാണെങ്കിൽ ശ്രീലങ്ക. അസാനി എന്ന പേര് നൽകിയിരിക്കുന്നത് ശ്രീലങ്കയാണ്. ഫോം ചെയ്തിരിക്കുന്നത് ബംഗാൾ ഉൾക്കടൽ. അടുത്തതായി ജവാദ് ചുഴലിക്കാറ്റ് 2021 ഡിസംബർ ബംഗാൾ ഉൾക്കടലാണ് പേര് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യ. ജവാദ് ചുഴലിക്കാറ്റ് 2021 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ പേര് നൽകിയിരിക്കുന്നത് സൗദി അറേബ്യയാണ്. ഇനി യാസ് ചുഴലിക്കാറ്റ് 2021 ബംഗാൾ ഉൾക്കടലിൽ പേര് നൽകിയിരിക്കുന്നത് ഒമാനാണ്. യാസാവുമ്പോൾ ഒമാനാണ് പേര് നൽകിയിരിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ ഫോം ചെയ്തു. ടൗട്ടെ ചുഴലിക്കാറ്റ് 2021 അറേബ്യൻ കടലിലാണ് പേര് നൽകിയിരിക്കുന്നത് മ്യാൻമർ ആണ്. ക്ലിയർ ആണല്ലോ. യാസ് ബംഗാൾ ഉൾക്കടൽ, ഒമാനാണ് പേര് നൽകിയത്. ടൗട്ടെ അറേബ്യൻ സീൽ പേര് നൽകിയിരിക്കുന്നത് മ്യാൻമർ ആണ്. സോ നമ്മൾ ഇത്രയും ചുഴലിക്കാറ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നിന്ന് ഒരു ചോദ്യമെങ്കിലും നമ്മുടെ LGS എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ലപോലെ റിവൈസ് ചെയ്താൽ മാത്രമേ ഈ ഒരു പേരും ആരാണ് പേര് നൽകിയിരിക്കുന്നത്, എവിടെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മൈൻഡിലോട്ട് കൊണ്ടുവരാൻ കഴിയും. നല്ലപോലെ റിവൈസ് ചെയ്യുക. അടുത്തതായി മറ്റൊരു ചോദ്യം, മൂന്നാമത്തെ ചോദ്യമാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. നമ്മുടെ വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ ലിമിറ്റഡ് അല്ലെ, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇവിടെ നോക്കിക്കുക. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പായിരുന്നു സാൻ ഫെർണാണ്ടോ. മാനേജിംഗ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ആണ്. എങ്കിൽ അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ മറൈൻ അസൂർ ആണ്. അപ്പോൾ ഇവിടെ 4 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. റോങ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ നമുക്ക് ഒന്നൊന്നായിട്ട് പരിശോധിക്കാം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകര താലൂക്ക്. ശരിയാണ്, വെരി റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ്. ഇനി തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പായിരുന്നു സാൻ ഫെർണാണ്ടോ. കറക്റ്റ് ആണ്, റൈറ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മാനേജിംഗ് ഡയറക്ടറിന്റെ പേര് ദിവ്യ എസ് അയ്യർ. കറക്റ്റ് ആണ്.
എന്നാൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തേക്ക് എത്തുന്ന ആദ്യ ചരക്ക് കപ്പൽ മറൈൻ അസൂർ അല്ല, മറിച്ച് അവിടെ ഷെൻഹുവ 15 ആണ് വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ചരക്ക് കപ്പൽ. മറൈൻ അസൂർ ഒരു ഫീൽഡർ കപ്പലായിരുന്നു. വിഴിഞ്ഞം തുറമുഖത്തെത്തുന്ന ആദ്യത്തെ ഫീൽഡർ കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് മറൈൻ അസൂർ ആയിരുന്നു. എന്നാൽ ആദ്യത്തെ ചരക്ക് കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഷെൻഹുവ 15 ചൈനയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ആദ്യത്തെ മദർഷിപ്പ് ആണെങ്കിൽ അത് സാൻ ഫെർണാണ്ടോ എങ്കിൽ നമുക്കറിയാം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിന്റെ നിലവിലെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണെങ്കിൽ ശ്രീകുമാർ കെ നായർ. സോ മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായി നാലാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തതേത്? നവകേരള കർമ്മ പദ്ധതി നമ്മുടെ എക്സാം വ്യൂവർ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിൽ താഴെ പറയുന്നവയിൽ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് 4 ഓപ്ഷൻസ് ഉണ്ട്. വയോ അമൃതം, വിദ്യാകിരണം, ലൈഫ് മിഷൻ, ഹരിത കേരളം മിഷൻ. എങ്കിൽ ഇതിൽ റൈറ്റ് ആൻസർ ഏതാണ്? ആൻസർ കൂട്ടുകാരെ വയോ അമൃതമാണ് കേട്ടോ. വയോ അമൃതമാണ് താഴെ പറയുന്നവയിൽ നവകേരള കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് വയോ അമൃതം പദ്ധതിയാണ്. നവകേരള കർമ്മ പദ്ധതി 2 പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ 4 മിഷനും ഒരു പദ്ധതിയുണ്ട്. ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, ഹരിത കേരളം മിഷൻ, കൂടാതെ വിദ്യാകിരണം, കൂടാതെ തന്നെ കേരള പുനർനിർമ്മാണ പദ്ധതി. 5 കാര്യങ്ങളാണ് നമ്മുടെ നവകേരളം കർമ്മ പദ്ധതിയിൽ നിലവിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലൈഫ്, ആർദ്രം, ഹരിത കേരളം, വിദ്യാകിരണം, കൂടാതെ തന്നെ കേരള പുനർനിർമ്മാണ പദ്ധതി. ഇതിൽ എന്തിനാണ് കേരളത്തിൽ നവകേരള കർമ്മ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്? കേരളം അഭിമുഖീകരിക്കുന്ന സാമൂഹിക സാമ്പത്തിക വികസന വെല്ലുവിളികൾക്ക് സാധ്യമായ പരിഹാരം എന്ന നിലയിലാണ് നവകേരള കർമ്മ പദ്ധതി കേരളത്തിൽ സർക്കാർ തുടക്കമിട്ടത്. കേരളം ഫേസ് ചെയ്യുന്ന സാമൂഹിക സാമ്പത്തിക വികസന വെല്ലുവിളികൾക്ക് സാധ്യമായിട്ടുള്ള രീതിയിൽ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് നവകേരളം കർമ്മ പദ്ധതി കേരളത്തിൽ സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. അടിയന്തര പ്രാധാന്യമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സംസ്ഥാനത്തിന്റെ വികസനത്തിനും ദീർഘവീക്ഷണത്തോടെയുള്ള പരിഷ്കാരങ്ങൾ അടിത്തറ പാകുന്നതിനുമുള്ള കാലിക പ്രസക്തിയുള്ള ദൗത്യങ്ങളാണ് നവകേരളം കർമ്മ പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നത്. എങ്കിൽ ഇവിടെ 4 വികസന മിഷനുകളും കൂടാതെ കേരള പുനർനിർമ്മാണ പദ്ധതിയും ഉൾപ്പെടുത്തിയാണ് നിലവിൽ നവകേരള കർമ്മ പദ്ധതി റൺ ചെയ്യുന്നത്. ഏതൊക്കെ പദ്ധതികളാണ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു? ആർദ്രം മിഷൻ, വിദ്യാകിരണം, ലൈഫ് മിഷൻ, ഹരിത കേരളം മിഷൻ, കൂടാതെ തന്നെ കേരള പുനർനിർമ്മാണ പദ്ധതി. ഇതിൽ എന്താണ് ആർദ്രം മിഷൻ? നമ്മുടെ സംസ്ഥാന സർക്കാർ ആരോഗ്യരംഗത്തെ സമഗ്ര സേവനങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ആർദ്രം മിഷൻ എന്ന് പറയുന്നത്. സംസ്ഥാന സർക്കാർ ആരോഗ്യരംഗത്തെ സമഗ്ര സേവനങ്ങളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പദ്ധതിയാണ് ആർദ്രം മിഷൻ. വിദ്യാകിരണം പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രമാക്കി മാറ്റുവാനും പഠനബോധന പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിനും ജനകീയ വിദ്യാഭ്യാസ മാതൃക വികസിപ്പിക്കുന്നതിനുമുള്ള ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതിയാണ് വിദ്യാകിരണം. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നവീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് വിദ്യാകിരണം. എങ്കിൽ ലൈഫ് മിഷൻ എല്ലാവർക്കും പാർപ്പിടവും ഉപജീവനവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഒരു സമഗ്ര പദ്ധതിയാണ് ലൈഫ് മിഷൻ. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും പാർപ്പിടവും അതുപോലെ ഉപജീവന ഉറപ്പ് നൽകുന്ന സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ. എങ്കിൽ ഹരിത കേരളം മിഷൻ ഇതൊരു കൃഷി വികസന പദ്ധതിയാണ്. ഇവിടെ നോക്കിയേ, ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി എന്നീ 3 മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള കൃഷി വികസനമാണ് ഹരിത കേരളം മിഷനിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. കൃഷി വികസനമാണ് ഹരിത കേരളം മിഷൻ. എന്നാൽ ശുചിത്വ മാലിന്യ സംസ്കരണം, മണ്ണ് ജല സംരക്ഷണം, ജൈവ കൃഷി എന്നീ മേഖലകളിൽ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് കൃഷി വികസനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നതാണ് ഹരിത കേരളം മിഷന്റെ പ്രധാന ലക്ഷ്യം. എങ്കിൽ കേരള പുനർനിർമ്മാണ പദ്ധതി അല്ലെങ്കിൽ റീബിൽഡ് പദ്ധതി ദുരന്തത്തെ ഒരു വെല്ലുവിളിയായി കണ്ടുകൊണ്ട് നവകേരളം പടുത്തുയർത്തുന്നതിനും അതുവഴി സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി കേരള പുനർനിർമ്മാണ പദ്ധതി സർക്കാർ രൂപം നൽകിയത്. 2018 ഈ ഒരു പ്രളയത്തിന് ശേഷമെല്ലാം പ്രളയം നടന്ന ഭൂമിയിൽ അല്ലെങ്കിൽ പ്രളയം നടന്ന സ്ഥലങ്ങളിൽ അവിടെ വീണ്ടും റീബിൽഡ് ചെയ്യുക, എല്ലാ ആൾക്കാരെയും വീണ്ടും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കേരള പുനർനിർമ്മാണ പദ്ധതി. ഇതിപ്പോൾ നിലവിൽ നമ്മുടെ
കേരളത്തിൻ്റെ ഈ ഒരു നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമാണ്. സോ 5 കാര്യങ്ങളാണ് നവകേരള കർമ്മ പദ്ധതിയിൽ. അതിലൊന്ന് ആർദ്രം മിഷൻ, വിദ്യാകിരണം, ലൈഫ് മിഷൻ, കൂടാതെ ഹരിത കേരളം മിഷൻ, കേരള പുനർനിർമ്മാണ പദ്ധതി. ഇതിൽ ഉൾപ്പെട്ടതേത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മുടെ എക്സാമിന് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. ഇനി നേരെ 5ാമത്തെ ചോദ്യമാണ്. 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ പേർ സൂര്യ നമസ്കാരം നടത്തി ലോക റെക്കോർഡ് സ്ഥാപിച്ച സംസ്ഥാനം ഏത്? 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ പേർ സൂര്യ നമസ്കാരം നടത്തി ലോക റെക്കോർഡ് നേടിയിരിക്കുന്ന സംസ്ഥാനമാണെങ്കിൽ 4 ഓപ്ഷൻസ്: ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, തമിഴ്നാട്. എങ്കിൽ ഇവിടെ റൈറ്റ് ആൻസർ ഗുജറാത്താണ് കേട്ടോ. ഗുജറാത്തിലാണ് 108 വേദികളിൽ ഒരേ സമയം ഏറ്റവും കൂടുതൽ പേർ സൂര്യ നമസ്കാരം നടത്തി ലോക റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്ന സംസ്ഥാനം. എങ്കിൽ ഇവിടെ നോക്കിക്കേ, ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 4 കോണ്ടന്റുകളാണ്. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ലവ്ലി സർവകലാശാല പഞ്ചാബ്. 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി ലവ്ലി സർവകലാശാല പഞ്ചാബ് ആയിരുന്നു. എങ്കിൽ 108ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി നാഗ്പൂരിലായിരുന്നു. 108ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി നാഗ്പൂരിലാണ്. ഇവിടെ നോക്കിക്കേ, ഇന്ത്യയിലെ രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. എങ്കിൽ രാജ്യത്തെ 2ാമത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയാണെങ്കിൽ ഒലവപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്. രണ്ടുമല്ല, ഈ ഒരു സ്ലൈഡിൽ തന്നിരിക്കുന്ന 4 കോണ്ടന്റും നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് സ്ഥിരം ഒരു ചോദ്യമാണ് അല്ലെ, സ്ഥിരം ഒരു ചോദ്യമാണ് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത്. 2024 109ാമത് ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസിന് വേദിയായത് ലവ്ലി സർവകലാശാല പഞ്ചാബാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി നേരെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 6ാമത്തെ ചോദ്യമാണ്. 2024 മാർച്ച് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്ററിലധികം അകലെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങൾ പ്രഹരം നടത്തുവാൻ ശേഷിയുള്ള മിസൈൽ സംവിധാനത്തിന്റെ പേരെന്ത്? 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച 5000 കിലോമീറ്ററിലധികം അകലെയുള്ള ഒന്നിലധികം ലക്ഷ്യങ്ങൾ പ്രഹരം നടത്തുവാൻ ശേഷിയുള്ള മിസൈൽ സംവിധാനത്തിന്റെ പേര്. 4 ഓപ്ഷൻസ്: അഗ്നി 5, അഗ്നി 4, പൃഥ്വി, ബ്രഹ്മോസ് 2K. അപ്പോൾ ഇവിടെ ഇതിന്റെ ആൻസർ ഏതെന്ന് ചോദിച്ചാൽ കൂട്ടുകാരെ, ആൻസർ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അഗ്നി 5 ആണ് റൈറ്റ് ആൻസർ കേട്ടോ. അഗ്നി 5 ക്ലിയർ ആണല്ലോ. ഇവിടെ അഗ്നി 5നെ അറിയപ്പെടുന്ന ആ ഒരു മിഷന്റെ ദൗത്യത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. ഒന്ന് നോട്ട് ചെയ്യുക, മിഷൻ ദിവ്യാസ്ത്ര അഗ്നി 5 ആണ്. അഗ്നി 5വുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു പേരാണ് മിഷൻ ദിവ്യാസ്ത്ര. 2024 മാർച്ചിൽ നടന്ന ഇന്ത്യയുടെ ദിവ്യാസ്ത്രം മിഷനിലെ അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിന്റെ പിന്നിൽ പ്രവർത്തിച്ച DRDO മിഷൻ ഡയറക്ടർ ഷീന റാണിയാണ്. ഷീന റാണി. സോ ഇവിടെ നിങ്ങൾ അറിയേണ്ടത്, ജനറലി മനസ്സിലാക്കിയിരിക്കുക, അഗ്നി 5 എന്ന് പറയുക അഗ്നി സീരീസുകളെല്ലാം ബാലിസ്റ്റിക് മിസൈലുകളാണ്. ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇവിടെ നിന്ന് നമ്മൾ വിക്ഷേപിച്ച് കഴിഞ്ഞാൽ അത് ഔട്ടർ സ്പേസിലോട്ട് പോയതിന് ശേഷം വീണ്ടും ഭൂമിയിലോട്ട് റീ എൻട്രി ചെയ്യും. അതായത് സ്പേസിലോട്ട് കടന്നതിന് ശേഷം വീണ്ടും റീ എൻട്രി ചെയ്യും. അങ്ങനെ സ്പേസിൽ നിന്ന് വീണ്ടും അന്തരീക്ഷത്തിലോട്ട് വരുമ്പോൾ ഈ ഒരു റോക്കറ്റിൻ്റെ വെലോസിറ്റിയും സ്പീഡുമെല്ലാം വളരെയധികം ഹൈ ആയിരിക്കും. കൂടാതെ ആണവ വെപ്പൺസുകൾ ഘടിപ്പിക്കുന്ന അതിൻ്റെ പേലോഡറിൽ അതായത് ബാലിസ്റ്റിക് മിസൈലാണ് ഈ ഒരു ആണവ വെപ്പൺസുകൾ കണക്ട് ചെയ്യുന്നത്. സോ ഈ ഒരു ക്രൂയിസ് മിസൈലും കണക്ട് ചെയ്യാറുണ്ട്, പക്ഷേ മോസ്റ്റ് പ്രോബബിലിറ്റി കൂടുതൽ ഈ ഒരു ബാലിസ്റ്റിക് മിസൈലാണ് ആണവ വെപ്പൺസ് കൂടുതലായിട്ടും കണക്ട് ചെയ്യുന്നത്. സോ അറിഞ്ഞിരിക്കുക, ബാലിസ്റ്റിക് മിസൈലിന് ഒരു എക്സാമ്പിളാണ് അഗ്നി 5 എന്ന് പറയാം. അഗ്നി 5 ഒരു ബാലിസ്റ്റിക് മിസൈലാണ്. പൃഥ്വിയൊക്കെ ഒരു ബാലിസ്റ്റിക് മിസൈലിന് എക്സാമ്പിളാണ്. എങ്കിൽ ഈ ഒരു അഗ്നി 5 ബാലിസ്റ്റിക് മിസൈലിൻ്റെ പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച DRDOയുടെ മിഷൻ ഡയറക്ടറാണ് ഷീന റാണി. ഷീന റാണി തിരുവനന്തപുരം സ്വദേശിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. എങ്കിൽ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നമ്മുടെ DRDOയുടെ നിലവിലെ മേധാവി ആരാണ്? DRDOയുടെ നിലവിലെ മേധാവ് സമീർ വി കാമത്ത്. സമീർ വി കാമത്താണ്. സമീർ വി കാമത്താണ് DRDOയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ നിലവിലെ മേധാവി ആരെന്ന് ചോദിച്ചാൽ സമീർ വി കാമത്താണെന്ന് ഓർത്തിരിക്കുക. ഇനി നേരെ 7ാമത്തെ ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെടാത്തത്?
ബ്രിക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെടാത്തത് ഏത്? സൗദി അറേബ്യ, UAE, ഇറാൻ, ഫ്രാൻസ് എങ്കിൽ ഇതിൽ റൈറ്റ് ആൻസർ ചോദിക്കാൻ മോസ്റ്റ് പ്രോബബിലിറ്റി കാണുന്ന ഒരു ചോദ്യമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ റൈറ്റ് ആൻസർ ഫ്രാൻസ് ആണ് കേട്ടോ. ഫ്രാൻസ്. നമുക്കറിയാം ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മുന്നേ പഠിച്ചിരുന്ന 5 രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ബ്രിക്സ്. എന്നാൽ 2024 ജനുവരിയിൽ വീണ്ടും 5 രാജ്യങ്ങൾക്ക് സ്ഥിര അംഗത്വം നൽകിയ ഒരു സംഘടന കൂടിയാണ് ബ്രിക്സ്. 2024 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിലേക്ക് സ്ഥിര അംഗത്വം നൽകപ്പെട്ട 5 രാജ്യങ്ങൾ: ഒന്ന് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. വളരെ ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോണ്ടന്റ്. 5 രാജ്യങ്ങളുടെ പേര് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. സോ നിലവിൽ എത്ര അംഗരാജ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 10 അംഗരാജ്യങ്ങളാണ് ബ്രിക്സിലുള്ളത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ജോഹന്നാസ്ബർഗിൽ നടന്ന ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിയിൽ അർജന്റീന അടക്കം 6 രാജ്യങ്ങൾക്ക് 2024 മുതൽ സ്ഥിര അംഗത്വം നൽകുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ 2024 ജനുവരിയിൽ 6 രാജ്യങ്ങൾക്കല്ല നൽകിയിരിക്കുന്നത്, 5 രാജ്യങ്ങൾക്കാണ് സ്ഥിരാംഗത്വം നൽകിയിരിക്കുന്നത്. ഇവിടെ അർജന്റീനയ്ക്ക് നൽകിയിട്ടില്ല എന്ന് കൂടി മനസ്സിലാക്കി. ഒരു പക്ഷേ ഓപ്ഷനിൽ കയറി 6 രാജ്യങ്ങൾക്ക് നൽകുമെന്നുള്ള തീരുമാനം, അതിൽ അർജന്റീന ഉണ്ടായിരുന്നു. എന്നാൽ 2024 അംഗത്വം നൽകിയപ്പോൾ അവിടെ അർജന്റീന ഇല്ല. എങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളാണ്? ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. നമുക്കറിയാം ഈ ഒരു ബ്രിക് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ച ആദ്യം ബ്രിക് ആയിരുന്നു. 4 രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായിരുന്നു 2006 ബ്രിക് എന്ന് പറയുന്നത്. ബ്രിക് പിന്നീടാണ് ഇതിലോട്ട് ആര് വരുന്നത്? ദക്ഷിണാഫ്രിക്ക വരുന്നത് അല്ലേ? ദക്ഷിണാഫ്രിക്ക പിന്നീട് വന്നപ്പോഴാണ് എന്തായത്? ബ്രിക്സ് ആയിട്ട് മാറിയത്. സോ 2006 ബ്രിക് രൂപീകരിക്കുമ്പോൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ 4 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2010 ദക്ഷിണാഫ്രിക്ക കൂടി വന്നപ്പോൾ ബ്രിക് ബ്രിക്സ് ആയിട്ട് മാറി. ബ്രിക്സ് ആയിട്ട് മാറി. എങ്കിൽ 2024 ബ്രിക്സിന്റെ അധ്യക്ഷ പദവി വഹിച്ച രാജ്യമാണെങ്കിൽ റഷ്യയായിരുന്നു. 2024 അധ്യക്ഷ പദവി വഹിച്ചിരുന്ന രാജ്യം റഷ്യയായിരുന്നു. സോ ബ്രിക്സുമായി ബന്ധപ്പെട്ട ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്കെന്തായാലും മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 2024 നടന്ന പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 18. 33ാമത് പതിപ്പാണ് 2024 നടന്നത്. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രീതി പാല്. ഇന്ത്യ 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം ഇങ്ങനെയാണ് നേടിയിരിക്കുന്നത്. സോ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് തെറ്റെന്ന് പറയും? ഏതാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്? ഇവിടെ നോക്കാം, നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 18. റൈറ്റ് ആണ്, ഇന്ത്യയുടെ സ്ഥാനം 18 ആയിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് 33ാമത് പതിപ്പാണ് 2024 നടന്നത്. തെറ്റാണ്. 33ാമത് പതിപ്പല്ല നടന്നത്, 17ാമത്തെ പതിപ്പാണ് നടന്നത്. 17ാമത് പതിപ്പിൽ പാരാലിമ്പിക്സിൽ 17ാമത് എഡിഷനിൽ ഇന്ത്യ 18ാം റാങ്കാണ് കരസ്ഥമാക്കിയത്. എന്താണ് 33? നമ്മുടെ സമ്മർ ഒളിമ്പിക്സ്, അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. സമ്മർ ഒളിമ്പിക്സ് 2024 നടന്നിരിക്കുന്നത് സമ്മർ ഒളിമ്പിക്സ് 2024 നടന്നിരിക്കുന്നത് 33ാമത് എഡിഷൻ ആയിരുന്നു. 33ാമത് എഡിഷനാണ് സമ്മർ ഒളിമ്പിക്സ്. പാരാലിമ്പിക്സ് 17ാമത്തെ എഡിഷനും ഇന്ത്യ എത്രാമത്തെ ആ ഒരു സ്ഥാനമാണ്, റാങ്കാണ് കരസ്ഥമാക്കിയത്? 18ാമത് റാങ്കാണ് കരസ്ഥമാക്കിയത്. സോ ഓട്ടോമാറ്റിക്കലി സിയും ഡിയും ശരിയാകണം അല്ലേ? അപ്പോൾ അവിടെ നോക്കാം. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം തന്നെയായിരുന്നു പ്രീതി പാല്. കൂടാതെ ഇന്ത്യ എത്ര മെഡലുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്? സ്വർണം 7 സ്വർണവും 9 വെള്ളിയും കൂടാതെ 13 വെങ്കലം, അങ്ങനെ ടോട്ടൽ 29 മെഡലുകളാണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. സോ ഈ ഒരു ചോദ്യം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ താരങ്ങളുടെ പേരുകളെല്ലാം ഒന്ന് പഠിക്കാം. പുരുഷന്മാരുടെ പാരാ അമ്പയത്തിൽ ഹർവിന്ദർ സിംഗ് സ്വർണ്ണ മെഡൽ നേടി. പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ പ്രവീൺ കുമാർ സ്വർണ്ണ മെഡൽ നേടി. പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ നവദീപും, പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ തന്നെ മറ്റൊരു കാറ്റഗറിയിൽ സുമിത് ആന്റിലും സ്വർണ്ണ മെഡൽ നേടി. സുമിത് ആന്റിൽ. കൂടാതെ പുരുഷന്മാരുടെ ക്ലബ് ത്രോയിൽ ധരംബീർ സ്വർണ്ണ മെഡൽ നേടി. പുരുഷന്മാരുടെ പാരാ ബാഡ്മിന്റൺ സിംഗിൾസിൽ കുമാർ നിതേഷ് അല്ലെങ്കിൽ നിതേഷ് കുമാർ സ്വർണ്ണ മെഡൽ നേടി.
വനിതകളുടെ കാറ്റഗറിയിലെ ഒരു 10 മീറ്റർ എയർ റൈഫിൾ സ്റ്റാൻഡിങ്ങിൽ അവനി ലേക്ര സ്വർണ്ണ മെഡൽ നേടി. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 7 സ്വർണം കിട്ടിയതിൽ ഒരു വനിത മാത്രമാണുള്ള, അല്ലെങ്കിൽ ഒരു നാരീശക്തി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ചോദ്യമായിരിക്കും ചോദ്യകർത്താവ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആവനി ലേക്രയുടെ കായിക ഇനം ഏതാണ്? എയർ റൈഫിൾ ആണ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ഹർവിന്ദർ സിംഗ് അമ്പെയ്ത്ത്, പ്രവീൺ കുമാർ ഹൈ ജമ്പ്, നവദീപ് ജാവലിൻ ത്രോ, സുമിത് ആൻഡിൽ ജാവലിൻ ത്രോ, ധരംബീർ ക്ലബ് ത്രോ, ബാഡ്മിന്റൺ പാരാ ബാഡ്മിന്റൺ നിതേഷ് കുമാർ, കൂടാതെ ആവനി ലേക്ര റൈഫിൾ അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറയാം. റൈഫിൾ അല്ലെങ്കിൽ എയർ റൈഫിൾ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഷൂട്ടിംഗ് എന്ന് പറയാം. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. ഇവിടെ പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിരിക്കുന്ന രാജ്യം ചൈനയായിരുന്നു. 220 മെഡലുകളാണ് കരസ്ഥമാക്കിയത്. 2ാം സ്ഥാനത്ത് ബ്രിട്ടനും 3ാം സ്ഥാനത്ത് അമേരിക്കയും. ഇന്ത്യയുടെ റാങ്ക് 18ഉമായിരുന്നു. ആകെ മൊത്തം 29 മെഡൽ, അതിൽ 7 ഗോൾഡ്, 9 സിൽവർ, 13 ബ്രോൺസ് ആണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത്. 7 ഗോൾഡ്, 9 സിൽവർ, കൂടാതെ 13 ബ്രോൺസ് ആണ് ഇന്ത്യ കരസ്ഥമാക്കിയത്. ഇനി അടുത്തതായ മറ്റൊരു ചോദ്യം, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയ സംസ്ഥാനം? 4 ഓപ്ഷൻസ് ഉണ്ട്: കേരളം, ഒഡീഷ, ബീഹാർ, തമിഴ്നാട്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാമതെത്തിയിരിക്കുന്നതാണെങ്കിൽ, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഒന്നാമതെത്തിയിരിക്കുന്നതാണെങ്കിൽ കേരളമാണ്. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആദ്യമായിട്ട് പദ്ധതിയിലൂടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയിരിക്കുന്ന സംസ്ഥാനം കേരളം, 2ാം സ്ഥാനത്ത് ഒഡീഷയും, 3ാം സ്ഥാനത്താണ് ബീഹാർ എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൻ്റെ പുതുക്കിയ വേജസ് 2024 പുതുക്കിയ വേതനം 346 രൂപയാണ്. 346 രൂപ. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ നിലവിലെ കേരളത്തിലെ വേതനം 333 രൂപ. 333 രൂപ. സോ ഈ 2 ഡിജിറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഏറ്റവും കൂടുതൽ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ വേതനം നേടുന്ന സംസ്ഥാനമാണെങ്കിൽ ഹരിയാനയാണ്. ഹരിയാന. ഇനി നേരെ 10ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യമാണ്. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദി. 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിന് വേദി. 4 ഓപ്ഷൻസ്: റിയോ ഡി ജനീറോ ബ്രസീൽ, ദാവോസ് സ്വിറ്റ്സർലൻഡ്, മുംബൈ ഇന്ത്യ, ദുബായ് UAE. സോ ഇവിടെ റൈറ്റ് ആൻസർ ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്, ദാവോസ് സ്വിറ്റ്സർലൻഡ് ആണ് 2024 ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ 54ാമത് വാർഷിക സമ്മേളനത്തിൻ്റെ വേദിയായിരിക്കുന്നത്. സോ കൂട്ടുകാരെ, നമ്മുടെ 10 ചോദ്യങ്ങളും ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 10 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. കൂടാതെ തന്നെ കൂട്ടുകാരോട് പറയുന്നത്, ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് LGX എക്സാമിന് നമ്മുടെ കയ്യിലുള്ളത്. സോ പ്രോപ്പറായിട്ടുള്ള റിവിഷൻ എടുക്കേണ്ട ഒരു സമയമാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും പഠിച്ച കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക, റിവിഷൻ കൊടുക്കുക. കൂടാതെ തന്നെ നല്ല കോൺഫിഡൻസോടുകൂടി എക്സാമിനോട് കിടക്കുക. കോൺഫിഡൻസ് ഇല്ലായ്മ നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റിനെയും നിങ്ങളുടെ ആ ഒരു എക്സാം ഹോളിലെ 1.5 മണിക്കൂറിനെ കാര്യമായ രീതിയിൽ ബാധിക്കാറുണ്ട്. സോ കോൺഫിഡൻസ് എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്തായാലും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് കാണാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ലേണിംഗ്.